ഹായ് ഹായ്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വന്നു. 24-ാം തീയതി ഇന്നലെ ആയിരുന്നു ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നത്. ഇനി വളരെ കുറച്ച് സമയം നമുക്കുള്ളൂ. ഇന്ന് നാളെ 26-ാം തീയതി ആകുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. അപ്പൊ ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതിനു മുമ്പ് നമുക്ക് LBS പ്രോസ്പെക്ടസ് വന്നപ്പോൾ ലിസ്റ്റ് ഓഫ് കോളേജസ് വന്നായിരുന്നു. അതിനുശേഷം അത് കഴിയുമ്പോൾ നോർമലി നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് അപ്രൂവ്ഡ് ലിസ്റ്റ് വരുമായിരുന്നു. രണ്ടിലും തമ്മിൽ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മുടെ പ്രോസ്പെക്ടസിൽ വന്ന 56 കോളേജ് തന്നെ ഇതിലും വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ജസ്റ്റ് കോളേജുകൾ എത്ര എണ്ണം ഉണ്ട് അതിന്റെ ഒരു ഇൻടേക്ക് ആണ് ഞാൻ ഈ ഒരു PPT കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഗവൺമെന്റ് കോളേജ് 3 ഗവൺമെന്റ് കോളേജുകളിൽ ടോട്ടൽ 180 സീറ്റാണ് ഉള്ളത്. എയ്ഡഡ് കോളേജിൽ ഒരു 2 എയ്ഡഡ് കോളേജുകളുണ്ട്. ഒന്ന് TKM, 2 മാർ അത്തനേഷ്യസ്. ഈ 2 കോളേജുകളിലും കൂടെ ടോട്ടൽ 102 സീറ്റ്സ് ആണ് ഇൻടേക്ക്. ഒരു കോളേജിൽ 51 വീതം വരും. ഇതേപോലെ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ 420 സീറ്റും പിന്നെ ഒരു 42ഓളം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ഒരു 1285 സീറ്റും ഉണ്ട്. ടോട്ടൽ നമുക്ക് മൊത്തമുള്ള 56 കോളേജിൽ നിന്ന് 1987ഓളം അപ്രോക്സിമേറ്റ് സീറ്റുകളുണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ഇതെന്ന് പറയുന്നത് ഗവൺമെന്റ് സീറ്റുകളാണ്. ഇനി പ്രൈവറ്റ് കോളേജുകളിലെല്ലാം നമ്മുടെ മാനേജ്മെന്റ് സീറ്റുകളും കാണും. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കുറച്ച് ഓട്ടോണമസ് കോളേജുകളുണ്ട്. ഓട്ടോണമസ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് മെയിൻലി 3 വരുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് റിലീസ് ചെയ്തപ്പോൾ അതിൽ TKM നോർമലി ഓട്ടോണമസ് എയ്ഡഡ് ആണ്. പക്ഷേ ഈ ഒരു പ്രോസ്പെക്ടസിൽ അത് അങ്ങനെ കാണിച്ചിട്ടില്ല. മെയിൻലി അങ്ങനെ മിസ്റ്റേക്ക് ആവാനാണ് ചാൻസ്. അത് ഓട്ടോണമസ് എയ്ഡഡ് ആണ് നോർമലി. ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോഴും അടുത്ത സ്റ്റുഡൻസും അങ്ങനെയാണ് പറഞ്ഞത്. തൽക്കാലം ആ പ്രോസ്പെക്ടസ് ബേസ് ചെയ്ത് നമുക്ക് 3 ഓട്ടോണമസ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ഉണ്ട്. അമൽ ജ്യോതി, നിർമ്മല, പിന്നെ ഒന്ന് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്. 3 കോളേജുകളിലും കൂടെ ഓരോ സീറ്റ് ഇൻടേക്ക് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റികളിലും മെയിൻലി നമ്മൾ ഈ ഒരു LBS NC എൻട്രൻസ് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി കോളേജുകളുള്ള യൂണിവേഴ്സിറ്റി KTU ആണ്. 38 കോളേജുകളും ഉണ്ട്. അതേപോലെ MG യൂണിവേഴ്സിറ്റിയിൽ 13 കോളേജുകളുണ്ട്. പിന്നെ ബാക്കി യൂണിവേഴ്സിറ്റികളെല്ലാം കൂടെ നമ്മളെ കേരള യൂണിവേഴ്സിറ്റി, ക്യുസാറ്റ്, കണ്ണൂർ എല്ലാം കൂടെ ഒരു 5 കോളേജുകൾ, ടോട്ടൽ 56 കോളേജുകളാണ്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടായി. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇന്നലെ ആയിരുന്നു വന്നത്. വളരെ ഷോർട്ട് ടൈമേ നമുക്കുള്ളൂ. 24, 25, 26 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അതിനകത്ത് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നമ്മൾ എന്തൊക്കെ നോക്കണം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. നമുക്ക് ഓപ്ഷൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് ഏറ്റവും പ്രിഫറബിൾ ആയുള്ള നമ്മൾ ഡ്രീം ചെയ്യുന്ന കോളേജ്, നമുക്ക് റാങ്ക് കുറഞ്ഞോ കൂടിയോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഫസ്റ്റ് ഓപ്ഷൻ സെറ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു 3-4 കോളേജുകൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പ്രിഫറൻസ് കാണും. ആ കോളേജുകൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, നമ്മളെ ഫസ്റ്റ് ലിസ്റ്റ് സെറ്റിൽ വയ്ക്കുക. പിന്നെ രണ്ടാമത് ഒരു 3 കോളേജോളം ഞാൻ ആ ഹയർ റാങ്ക് എനിക്ക് കിട്ടും, എന്റെ ഡ്രീം കോളേജായിട്ട് ഞാൻ വെച്ചേക്കുന്നു. നമുക്ക് റാങ്ക് ഒന്നും നോക്കണ്ട, ആ കോളേജ് ഒന്ന് വയ്ക്കുക. നെക്സ്റ്റ് ഒരു ഞാൻ 3 എന്ന് പറയുന്ന നമ്പറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് മാക്സിമം നമ്പർ ഓഫ് ഓപ്ഷൻസ് വയ്ക്കുക. ഇനി അടുത്തൊരു സെറ്റ് ഓരോരുത്തരും ഈ സെറ്റ് ഡിഫറെന്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് ഒരു 5-4 കോളേജ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, റാങ്ക് ബേസ് ചെയ്ത് എത്ര കോളേജുകൾ നമുക്ക് നോക്കാന്നുള്ളത്, എങ്ങനെയാണ് ഓരോ കോളേജുകളുടെയും ലാസ്റ്റ് ഇയറിലെ ഒരു അപ്രോക്സിമേറ്റ് റാങ്ക് ഇൻടേക്ക് എങ്ങനെ അറിയാന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ലാസ്റ്റ് ഇയറിലെ റാങ്കുകൾ ഓരോ കോളേജുകളിലെ അലോട്ടഡ് ആയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഏതാണെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനത്തെ നിങ്ങൾക്ക് നോക്കുക. നമുക്ക് കുറച്ച് കോളേജുകൾ നമ്മൾ പ്രിഫറബിൾ ആയിട്ട് നമ്മൾ റാങ്ക് റേഞ്ചിൽ കിട്ടുന്ന കുറച്ച് കോളേജുകൾ കാണും, ആ കോളേജ് വയ്ക്കുക. പിന്നെ ലാസ്റ്റ് ബാക്കിയുള്ള സ്പേസുകളെല്ലാം ബാക്കി നിങ്ങൾക്ക് ഓപ്ഷൻ ഫില്ല് ചെയ്യുന്നത് സേഫർ ആയിട്ട്, ഇൻ കേസ് വല്ലതും കിട്ടാതിരിക്കാൻ ചാൻസ് കുറവാണെന്നാലും ഞാൻ പറയാണ്, നമുക്കൊരു സേഫർ സൈഡിലൊരു കുറച്ച് കോളേജ് ലാസ്റ്റ് ആയിട്ട് വയ്ക്കാം. ഇങ്ങനെയാണ് നമ്മൾ അലോട്ട്മെന്റ് നോർമലി എല്ലാവരും ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് നോർമലി 2 റെഗുലർ അലോട്ട്മെന്റ് ആണ് ഇതുവരെ LBS MCAയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമുക്ക് നോർമലി ഈ ഓപ്ഷൻസ് വയ്ക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളിപ്പോൾ 5 ഓപ്ഷൻ വെച്ചാൽ ഇപ്പോ ഇത് 1, 2, 3, ഞാൻ കോളേജിന്റെ പേര് പറയുന്നത് 4-5 ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ആവുമ്പോൾ എനിക്ക് ഈ സെക്കൻഡ് ഓപ്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ ഈ സെക്കൻഡിന് ശേഷമുള്ള ബാക്കി എല്ലാ കോളേജുകളും എന്തായി പോകും, ക്യാൻസൽ ആയി. അപ്പൊ ഫർദർ അലോട്ട്മെന്റ്സിൽ ഇനി അടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏത് കോളേജ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ഈ ഫസ്റ്റ് കോളേജ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. നമ്മുടെ ഹയർ നമ്മളിപ്പോൾ കറന്റ് അലോട്ട് ആയിട്ടുള്ള കോളേജ് ഏതാണോ അതിന്റെ മുകളിലുള്ള കോളേജുകളെ നമ്മുടെ ഓപ്ഷൻസ് കാണിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിഫറൻസ് ആയിട്ടുള്ള കോളേജിന്റെ ഓർഡറിലെ നമ്മൾ വയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ നമുക്കിപ്പോൾ 2 കഴിഞ്ഞ് 3, 4 നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മളെ ഫർദർ അലോട്ട്മെന്റ്സിൽ കൺസിഡർ ചെയ്യില്ല. ഇനി അലോട്ട്മെന്റിന്റെ കാര്യം വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, അലോട്ട്മെന്റിൽ നമ്മൾ ഓപ്ഷൻ വച്ച് കഴിഞ്ഞ് അലോട്ട്മെന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരു അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു 5 കോളേജ് എടുക്കുകയാണെങ്കിൽ ഒരു 3ാമത്തെ കോളേജ് എനിക്ക് കിട്ടിയെങ്കിൽ നമുക്ക് അടുത്ത അലോട്ട്മെന്റിൽ ലാസ്റ്റ് ഇയർ വരെ നമുക്ക് ഈ ഓപ്ഷൻ 1ഉം 2ഉം ഇന്റർചേഞ്ച് ചെയ്യാനോ അതിൽ ഇവിടെ ഹയർ ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസ് അവർ നോർമലി കൊടുക്കാറുണ്ട്.
ഇനി നോർമലി ഞാൻ പറഞ്ഞില്ല, നമ്മൾ എപ്പോഴും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ഹൈലി പ്രിഫറബിൾ ആയിട്ടുള്ള കോളേജ് ഫസ്റ്റ് കൊടുക്കുക. സെക്കൻഡ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് കോളേജുകൾ കൊടുക്കുക. സെക്കൻഡ് സെറ്റ് ആണ് ഞാൻ പറയുന്നത്, 1, 2, 3 വയ്ക്കുക എന്നുള്ളതല്ല, മാക്സിമം നമ്പർ ഓഫ് ഓപ്ഷൻസ് വയ്ക്കുക. പിന്നെ ലാസ്റ്റ് നമുക്ക് സേഫർ ആയിട്ട് കുറച്ച് കോളേജ്, എന്തായാലും ഈ കോളേജ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും എന്ന് തോന്നുന്ന കുറച്ച് സെറ്റ് ഓഫ് കോളേജുകളും കൂടെ വയ്ക്കുക. ഓക്കെ. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് നമ്മുടെ പ്രൊസീജിയർ എങ്ങനെയാണ്? നോർമലി ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ നമുക്കൊരു ടോക്കൺ ഫീ അടയ്ക്കാൻ വരും. ആ ടോക്കൺ ഫീയുടെ എമൗണ്ട് ഞാൻ ഈ ഒരു PPT കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ബേസിലാണ്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ഒരു 7,640, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 10,000, റിസർവേഷൻ ഉള്ള കാൻഡിഡേറ്റ്സും 1,000. ഇത് ജസ്റ്റ് ഒന്ന് അത് നിങ്ങളുടെ പ്രൊഫൈലിൽ വരും എത്രയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ടൈം തരും. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 28 or 27, ഞാൻ അപ്രോക്സിമേറ്റ് ഡേറ്റ് പറയുന്നതാണ്. അപ്പം എന്ത് ചെയ്യുക, ആ ഒരു ഡേറ്റ് പറയുന്നതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫീസ് അടയ്ക്കണം. ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു ടോക്കൺ ഫീസ് അടയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 5 കോളേജിൽ രണ്ടാമത്തെ കോളേജ് കിട്ടിയെങ്കിൽ നിങ്ങളുടെ അടുത്ത് ടോക്കൺ ഫീസ് അടയ്ക്കാൻ പറയും. അപ്പൊ ആ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യുമ്പോൾ ആ കോളേജിലെ സീറ്റ് നിങ്ങൾക്ക് റിസർവ്ഡ് ആവും. ആ കോളേജിലെ സീറ്റ് റിസർവ്ഡ് ആവും. തൊട്ട് താഴെയുള്ള 2, 3 കഴിഞ്ഞ് 3, 4, 5 എന്താവും, ക്യാൻസൽ ആവും. അതിന് മുകളിലുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ആ ഫർദർ അലോട്ട്മെന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഫീസ് അടച്ചേ പറ്റൂ. ഇൻ കേസ് നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിൽ എൻറ്റയർ അഡ്മിഷൻ പ്രൊസീജിയറിൽ നിങ്ങൾ ഔട്ടായി പോകും. അപ്പൊ ഫീസ് കമ്പൽസറി ആയിട്ട്, ടോക്കൺ ഫീസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് അലോട്ട് ചെയ്യണം, പേ ചെയ്യണം. പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ്, ഹയർ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഇത്. പക്ഷേ നമുക്ക് ഫർദർ ആയിട്ട് വേറെ കോളേജുകളൊന്നും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോർമലി സെക്കൻഡ് അലോട്ട്മെന്റ് വരാറുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ സെക്കൻഡ് ഓപ്ഷനുള്ള കോളേജ് എന്തായാലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അതിന് മുകളിലുള്ള കോളേജുകൾ കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടിയ കോളേജുകൾ വേണ്ട, ഇപ്പൊ ഞാൻ കിട്ടിയ സെക്കൻഡ് കോളേജ് എനിക്ക് വേണ്ട, എനിക്ക് ഫസ്റ്റ് കോളേജുകളിൽ ഒരു താല്പര്യമുണ്ട്, എങ്ങനെയെങ്കിൽ ഈ ഒരു നോർമൽ അലോട്ട്മെന്റ് പ്രൊസീജിയർ കഴിയുമ്പോൾ എപ്പോഴും ഒരു സ്പോട്ട് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരും. ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു എൻ്റയർ ന്യൂ പ്രൊസീജിയറാണ്. അപ്പൊ ആ പ്രൊസീജിയറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് പുതിയ കോളേജ് ഓപ്ഷൻസ് വയ്ക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, അതൊരു സ്പെഷ്യൽ അലോട്ട്മെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കോളേജ് അഡ്മിഷൻ എടുത്തതാണ്. ഫോർ എക്സാമ്പിൾ XOY ഒരു കോളേജ് ഞാൻ അഡ്മിഷൻ എടുത്തു. എനിക്ക് ആ കോളേജ് എനിക്ക് പ്രിഫറബിൾ അല്ല, എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ കിട്ടണമെന്ന് തോന്നിയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഫർദർ ഈ അലോട്ട്മെന്റ് ഫസ്റ്റ് 2 അലോട്ട്മെന്റ്സ് കഴിഞ്ഞിട്ട് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് എൻ്റെ പുതിയ ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് കൊടുത്തിട്ട് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ അതിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ഈ അഡ്മിറ്റ് ചെയ്ത കോളേജ് X എന്ന് പറയുന്ന കോളേജിൽ നിന്ന് എന്തെടുക്കണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം. ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സ്പോട്ട്. അപ്പൊ നിങ്ങളൊരു കോളേജിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറണം എന്ന് ഫ്യൂച്ചറിൽ ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ചോദിക്കണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ളത് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇനി നിങ്ങൾക്ക് എപ്പോഴും വരുന്ന ഡൗട്ടാണ്, ഞാൻ ഏത് കോളേജ് ചൂസ് ചെയ്യണം, ആ കോളേജിൽ പ്ലേസ്മെന്റ് ഉണ്ടോ, ആ കോളേജിൽ റിസൾട്ട്സ് ഉണ്ടോ, അക്കാഡമിക്സ് എങ്ങനെയാണ്, ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണ് എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് എപ്പോഴും വരാറുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും അവരടുത്ത് പറയുന്ന, ഒന്ന് അവരുടെ വെബ്സൈറ്റ് നോക്കുക, അവരുടെ റാങ്ക് അല്ല, പ്ലേസ്മെന്റ്സ് എത്രത്തോളം ഉണ്ടെന്ന വെബ്സൈറ്റിൽ അവരെന്ത് ചെയ്യും, കാണിച്ചിരിക്കും. അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു സീനിയറിന്റെ അടുത്ത് ചോദിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി ഞാനൊരു വീഡിയോ വരുത്താം. നമുക്ക് KTU-MC കമ്മ്യൂണിറ്റി, KTU കോളേജുകൾ റെപ്രസെന്റേറ്റീവ്സ്, ഓരോ കോളേജുകൾക്ക് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. അപ്പം ആ KTU-MC കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ്സിന്റെ നമ്പേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്ത് ആ കോളേജിന്റെ പ്ലേസ്മെന്റ്, അവിടുത്തെ അക്കാഡമിക്സ് എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. അതിന്റെ കൂടെ നിങ്ങൾ ബാക്കിയുള്ളവരെ ഇൻപുട്ടുകളും പിന്നെ ആ വെബ്സൈറ്റിലെ കാര്യങ്ങളും ഒക്കെ നോക്കി നിങ്ങൾക്ക് പ്രിഫറബിൾ ആണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കൊടുക്കുക. ഇത് ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ്, ഇനി ഒരു ഇതും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ കൊടുക്കാം. KTU-MC കമ്മ്യൂണിറ്റി നമ്മുടെ ഗ്രൂപ്പുകളുടെ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് റാങ്ക് കുറവാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കരുത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തായാലും ഒരു കോളേജ് അലോട്ടഡ് ആവും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ഫർദർ വീഡിയോസ് നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇനി അലോട്ട്മെന്റ്, നമ്മുടെ റിസർവേഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിയുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.